താമരശ്ശേരി കോടതിക്ക് മുന്നിൽ കൂട്ടത്തല്ല്. പെൺകുട്ടിയുടെ ആൺ സുഹൃത്തിന്റെ കൂട്ടുകാരും പെൺകുട്ടിയുടെ ബന്ധുക്കളും തമ്മിലാണ് കയ്യാങ്കളി ഉണ്ടായത്. ഈ ഒരു ന്യൂസ് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും അല്ലെ? ഒരു പെൺകുട്ടി വീട് വിട്ടു പോകുമ്പോൾ അവൾ ഒറ്റയ്ക്ക് പോകുന്നില്ല, അവളുടെ പിന്നാലെ മാതാപിതാക്കളുടെ സ്വപ്നങ്ങളും കണ്ണീരും കൂടെ പോകുന്നു. ചിന്തിച്ചിട്ടുണ്ടോ നമ്മുടെ സഹോദരി സഹോദരന്മാർ? ചിന്തിച്ചിട്ടുണ്ടോ ഇങ്ങനെ ഒരു സംഭവം നടക്കുമെന്ന്? നമ്മൾ സ്നേഹിക്കുന്ന ഒരു കാമുകന്റെ കൂടെ നമുക്ക് ഭർത്താവായി കിട്ടുമെന്ന് തോന്നുന്ന ആളുടെ കൂടെ പോകുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നില്ല. നമ്മുടെ ഹൃദയത്തിൽ നമ്മളെ തട്ടിയിട്ട് ഒന്ന് നമ്മൾ ചിന്തിച്ചു നോക്കൂ. നമ്മുടെ മാതാപിതാക്കൾ നമ്മുടെ കല്യാണം എങ്ങനെ കഴിക്കണമെന്ന് അവരുടെ ആഗ്രഹമുണ്ടാവില്ല. ആരെ കൊണ്ട് കഴിപ്പിക്കണമെന്ന് അവരുടെ ആഗ്രഹമുണ്ടാവും. എത്രത്തോളം സന്തോഷത്തോടെ കഴിപ്പിക്കണം എന്ന് അവരുടെ ആഗ്രഹം ഉണ്ടാവും. അത് നീ ചിന്തിച്ചിട്ടില്ല ഒരിക്കലും. പക്ഷേ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്, അവരുടെ കോടതി ഇഷ്ടപ്പെട്ട ചെറുക്കൻ്റെ ഒക്കെ പോകാനും വേണ്ടിയിട്ട് അനുവാദം കൊടുത്ത് എന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട കോടതി കൊടുത്ത്, അതിനുശേഷം ആ പെൺകുട്ടിയുടെ കുടുംബക്കാർ പറയുന്നുണ്ടല്ലോ, ഓക്കെ കോടതി നിങ്ങൾക്ക് ഇപ്പോൾ ഒന്നിച്ച് ജീവിക്കാനും വേണ്ടിയിട്ട് അനുവാദം തന്നിട്ടുണ്ട്, നല്ല രീതിയിൽ ഞങ്ങൾ കല്യാണം കഴിച്ച് തരാം എന്ന് വരെ പറയുന്നുണ്ട് എന്നാണ് ആ ന്യൂസിൽ പറയുന്നത്. സത്യാവസ്ഥ ഏതാണെന്ന് നമ്മൾക്കറിയില്ല. എന്നിരുന്നാലും എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ, സ്നേഹിക്കുന്ന എൻ്റെ കാമുകന്മാരെ, നിങ്ങൾ ആ സ്നേഹം നടിക്കുമ്പോൾ, നിങ്ങൾ ആ പെണ്ണിന് സ്നേഹം കൊടുക്കുമ്പോൾ നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്ക്. എൻ്റെ വീട്ടിലുമുണ്ട് പെങ്ങന്മാർ, നാളെ ഇതേ രീതിയിലല്ല നീങ്ങുന്നുള്ളത്. അപ്പോൾ എൻ്റെ മാതാപിതാക്കൾക്ക് എത്രത്തോളം വിഷമമുണ്ടാകുമെന്ന് നിങ്ങൾ ഒന്ന് ആ സ്നേഹിക്കുന്ന കാമുകന്മാർ ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ ഇങ്ങനെയുള്ള ഒരു സംഭവം നടക്കൂല. അതല്ല, നിങ്ങൾ സ്നേഹിക്കുകയാണെങ്കിൽ നിങ്ങൾ ശരിക്കും വീട്ടിൽ പറയാം, ഞാൻ ഇന്നാളെ സ്നേഹിക്കുന്നുണ്ട്, അയാളെ ഞാൻ കല്യാണം കഴിച്ചു കൊടുക്കും എന്ന്. പക്ഷെ ഇത്രത്തോളം ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് കല്യാണം കഴിച്ച് എത്ര പേര് നല്ല രീതിയിൽ ജീവിക്കുന്നുണ്ട്? വിരലിൽ എണ്ണാൻ പറ്റുന്നവരേ ഉണ്ടോ? 50 ആളുകൾ ഇങ്ങനെ പ്രശ്നമുണ്ടാക്കി പോയിട്ടുണ്ടെങ്കിൽ 1-2 ആൾക്കാർ മാത്രമേ ഉണ്ടൂ. അത് ഈ കല്യാണം കഴിച്ചതിന് ശേഷം അവരുടെ കുടുംബമായിട്ട് നല്ല രീതിയിൽ നീങ്ങുന്ന, അവർ നല്ല സന്തോഷത്തിൽ പോകുന്നുണ്ടാകും. അല്ലെങ്കിൽ നിങ്ങൾ ഈ പ്രശ്നങ്ങളാക്കിയിട്ടുണ്ടെങ്കിൽ എൻ്റെ അറിവിൽ തന്നെയുണ്ട് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി കല്യാണം കഴിച്ച് പോയതിന് ശേഷം ആ കുടുംബത്തിൽ ഇന്നും പ്രശ്നങ്ങളുണ്ട്, എന്നും പ്രശ്നങ്ങളാണ്. അതിനുശേഷം 2 കുട്ടികളായെങ്കിൽ അതിനുശേഷം അവർ തമ്മിൽ സംശയരോഗങ്ങൾ തുടങ്ങും. അവിടെയാണ് ഇത് സംഭവിക്കുന്നത്. നിങ്ങൾ സ്നേഹിച്ചിട്ട് കല്യാണം കഴിച്ചു, കല്യാണം കഴിക്കണ്ടെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ മാതാപിതാക്കൾ ധിക്കരിച്ചിട്ട് കഴിക്കരുത് കേട്ടാ എൻ്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ. ഈ ഇന്നലെ വന്ന ന്യൂസിലേക്ക് നമ്മൾക്കൊന്ന് കണ്ണോടിക്കാം അല്ലേ? താമരശ്ശേരി കോടതിക്ക് മുന്നിൽ കൂട്ടത്തല്ല്. പെൺകുട്ടിയുടെ ആൺ സുഹൃത്തിന്റെ കൂട്ടുകാരും പെൺകുട്ടിയുടെ ബന്ധുക്കളും തമ്മിലാണ് കയ്യാങ്കളി ഉണ്ടായത്. ചെറുവാടിയിൽ നിന്ന് കാണാതായ പെൺകുട്ടിയെ താമരശ്ശേരി കോടതി സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കാൻ അനുമതി നൽകി പുറത്തിറങ്ങിയപ്പോഴാണ് ഇരു വിഭാഗങ്ങളും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായത്. അനീസ് അലി ചേരുന്നുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. അനീസ്, അതായത് കോടതി വളപ്പിലാണ് ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായത്. എന്തായാലും 2 കൂട്ടരും വലിയ രീതിയിലുള്ള ഒരു സംഘർഷത്തിലേക്ക് തന്നെയാണ് പോകുന്നത്. ആ ദൃശ്യങ്ങൾ കാണുന്നുണ്ട്. എന്തൊക്കെയാണ് വിവരങ്ങൾ? താമരശ്ശേരി കോടതിക്ക് പുറത്താണ് ഇന്നിപ്പോൾ സംഘർഷം ഉണ്ടായിരിക്കുന്നത്. ഈ പെൺകുട്ടിയുടെ, അതായത് കാമുകിയുടെ ബന്ധുക്കളും അദ്ദേഹത്തിന്റെ കാമുകന്റെ സുഹൃത്തുക്കളും തമ്മിലാണ് വലിയ തരത്തിലുള്ള സംഘർഷത്തിലേക്ക് വഴിമാറിയത്. കഴിഞ്ഞ ശനിയാഴ്ച മുതൽ ഈ നീത ഷെറി എന്ന് പറയുന്ന ഈ പെൺകുട്ടിയെ കാണാതായിരുന്നു. അതേ തുടർന്ന് ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകി. ഈ നീത ഷെറിനെ കാണാതായതിനെ തുടർന്ന് പരാതി നൽകി അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് കാരശ്ശേരി സ്വദേശിയായ ഷാമിൽ എന്ന യുവാവിന്റെ കൂടെ ഈ കുട്ടി ഇന്ന് കോടതിയിൽ ഹാജരായത്. പോലീസിലാണ് ഹാജരായത്. പോലീസ് കോടതിയിൽ ഹാജരാക്കി. ഇതിൽ നിന്ന് ഈ ഷാമിലിനോട് തനിക്ക് ഇഷ്ടമാണ്, പ്രണയമാണ് എന്ന് പറയുകയും സ്വയം ഇഷ്ടപ്രകാരം ജീവിക്കാൻ കോടതി അനുമതി നൽകുകയും ചെയ്തു. 20 വയസ്സ് കഴിഞ്ഞ യുവതി ആയതുകൊണ്ട് തന്നെ സ്വന്തം ഇഷ്ടപ്രകാരം തീരുമാനമെടുക്കാൻ കോടതി അനുമതി നൽകി. അങ്ങനെ പുറത്തിറങ്ങുന്ന സന്ദർഭത്തിലാണ് ഈ കുട്ടിയുടെ ബന്ധുക്കൾ കോടതിയിൽ എത്തുന്നത്. അതേ തുടർന്ന് ഇവളോട്, ഈ കുട്ടിയോട്, നിതേശ്വരനോട് പറയുന്നത് വിവാഹം നടത്തിത്തരാം, പക്ഷെ അത് ഇങ്ങനെ കോടതിയിൽ വെച്ച് ഇങ്ങനെ സ്വന്തം ഇഷ്ടപ്രകാരം ഇറങ്ങി പോകരുത്, വിവാഹം നല്ല രീതിയിൽ നടത്തിത്തരാം എന്ന് പറഞ്ഞാണ് തങ്ങൾ സമീപിച്ചത് എന്നാണ് ബന്ധുക്കൾ പറയുന്നത്. ബന്ധുക്കൾ പറയുന്നത് നല്ല രീതിയിൽ ഞങ്ങൾ കല്യാണം കഴിച്ചു തരാം എന്ന് പറയുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഇടയിലും കേൾക്കാം, ഇതിനിടയിൽ ഈ കാമുകനായ ഷാമിലിന്റെ കൂടെയുള്ള സുഹൃത്തുക്കൾ അവർ ആദ്യം തന്നെ കയ്യിൽ വലിയ വടികളും മരക്കഷ്ണങ്ങളും ഒക്കെ ആയാണ് എത്തിയിരുന്നത് എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. എന്തായാലും അവരും ഈ
യുവതിയുടെ ബന്ധുക്കളുമായി സംഘർഷത്തിൽ ഏർപ്പെടുകയായിരുന്നു. വലിയ തരത്തിലുള്ള ഒരു ആൾക്കൂട്ടവും വലിയ തരത്തിലുള്ള മർദ്ദനവും ഒക്കെ ആ സമയത്ത് ഉണ്ടായി. കോടതി പരിസരത്ത് തന്നെയായിരുന്നു. എന്തായാലും ഇത് ഇപ്പോൾ പോലീസ് ഇതിൽ കേസെടുത്തിട്ടുണ്ട്. കോടതി സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കാൻ അനുമതി നൽകിയ ഒരു പെൺകുട്ടിക്കും കാമുകനും നേരെയാണ്. ആ വിഷയത്തിലാണ് ഇപ്പോൾ ഇരു കൂട്ടരും തമ്മിൽ സംഘർഷമുണ്ടായത്. ശരി, എന്താല്ലേ സംഘർഷം, അത് കോടതിൻ്റെ ഫ്രണ്ടിലെന്ന് നിങ്ങൾ ഒന്ന് ഓർത്താൽ നിങ്ങൾക്ക് നല്ലതല്ലേ? നിങ്ങൾ എന്തിനാണ് ഈ സ്നേഹിച്ചിട്ട് കാമുകൻ്റെ കൂടെ പോയിട്ട് ഇങ്ങനെ ഒളിച്ചോടിയിട്ട് അല്ലെങ്കിൽ കല്യാണം കഴിക്കുന്നത്? നേരെ മാതാപിതാക്കളോട് പറഞ്ഞിട്ട്, അപ്പോൾ ആ മാതാപിതാക്കൾ ചില മാതാപിതാക്കൾ നടക്കുന്നുമില്ല, അത് വേറെ വിഷയം. എന്നിരുന്നാലും അവരുടെ മുന്നോട്ടുള്ള ജീവിതം നല്ലതിലാക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാമല്ലേ.